നമസ്കാരം. പശ്ചിമേഷ്യയിൽ ആഴ്ചകളായിട്ട് തുടരുന്ന യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി ഇരുപക്ഷവും ദീർഘകാല പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിലെ സൈനിക നീക്കങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ ഇറാൻ കേവലം ഒരു പ്രതിരോധത്തിനപ്പുറമായിട്ട് ശത്രുവിനെ തളർത്തുന്ന സവിശേഷമായിട്ടുള്ള ഒരു സൈനിക തന്ത്രമാണ് പയറ്റുന്നതെന്ന് വ്യക്തമാകും. ഇറാൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഫേബിയൻ തന്ത്രമാണെന്നാണ് യുദ്ധവിദഗ്ധർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം നേരിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി ശത്രുവിൻ്റെ ശക്തിയും വിഭവങ്ങളുമൊക്കെ തന്നെ ക്ഷയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ രീതി. ശത്രുപക്ഷത്തെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മറ്റായുധ ശേഖരങ്ങളും ഒക്കെ തന്നെ തീരുന്നത് വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും അവർ തളരുന്ന ഘട്ടത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ കരുത്തും സംഭരിച്ച് ആഞ്ഞടിക്കുകയും ചെയ്യുക എന്നതാണ് ഇറാൻ്റെ ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമീപകാല പ്രസ്താവനകളിൽ പ്രകടമാകുന്ന അസ്വസ്ഥത ഈ ഒരു തന്ത്രത്തിൻ്റെ വിജയമായി തന്നെ പലരും കാണുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ട്രംപിനിപ്പോൾ നഷ്ടപ്പെട്ടതായിട്ടാണ് സൂചന. അമേരിക്കൻ പ്ലാനർമാർ വരച്ചുവെച്ച തിരക്കഥയിലൂടെയല്ല നിലവിലെ യുദ്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണെങ്കിലും അത് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം വൈറ്റ് ഹൗസിനെ കുഴപ്പിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു കോർപ്പറേറ്റുകാരൻ. അദ്ദേഹത്തിന് ഒരു സൈനിക സ്ട്രാറ്റജി ഇല്ല, സൈനിക സ്ട്രാറ്റജിസ്റ്റ് അല്ല. പ്രതിരോധ വിദഗ്ധരുടെ ഉപദേശങ്ങൾക്കപ്പുറം യുദ്ധത്തിൻ്റെ രാഷ്ട്രീയവും സാമ്പത്തികപരവുമായിട്ടുള്ള സാമൂഹികവുമായിട്ടുള്ള വശങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നതിൽ അമേരിക്കൻ ഭരണകൂടത്തിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇറാനെ പൂർണ്ണമായിട്ട് മെരുക്കിയെടുക്കാൻ കഴിയാത്തത് അത് അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. യുദ്ധം മുന്നോട്ട് നീങ്ങുന്നത് അത് അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും താല്പര്യങ്ങളെ സാരമായി തന്നെ ബാധിക്കുന്നതാണ്. പെട്ടെന്നുള്ള ഒരു വിജയം അത് ഇസ്രായേലിന് അനിവാര്യമാണെങ്കിലും ഇറാൻ നടത്തുന്ന ആ ഒരു ഗെയിം അത് അവരെ വളരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ശത്രുവിനെ പരമാവധി മടുപ്പിക്കുകയും ആഭ്യന്തരപരമായി അവരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്ന ഈ ഒരു തന്ത്രം അത് ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പയറ്റുകയാണ്. ഇതാണ് പശ്ചിമേഷ്യയിൽ യുദ്ധഭൂമിയിൽ പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്. ഇറാൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപിന് നേരെയുള്ള ആക്രമണം ഇതിനിടെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്നത് ഈ ഒരു തുറമുഖം വഴിയാണ്. ഇവിടം തകർക്കപ്പെട്ടാൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിലും അത്തരമൊരു നീക്കം ഒരു ഓൾ ഔട്ട് വാറിന് കാരണമാകുമെന്ന് ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. റെഡ് ലൈനുകൾ ലംഘിക്കപ്പെട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കുമെന്നാണ് ടെഹ്റാൻ്റെ നിലപാട്. ഖാർഗ് ദ്വീപിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ സംഭരണശാലകളും വാർഫുകളുമൊക്കെ തന്നെ ഇവിടെയാണുള്ളത്. ഇറാൻ്റെ വരുമാന മാർഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് അടക്കമുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഇറാൻ കടുത്ത നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനായിട്ട് കാരണമായി മാറും. യുദ്ധം തുടങ്ങുന്ന സമയത്ത് 4 ദിവസം കൊണ്ട് ലക്ഷ്യം കാണുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് അത് 2 ആഴ്ചയായും ഇപ്പോൾ 1 മാസമായും മാറ്റി പറയുകയാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ യുദ്ധത്തിലേക്ക് ചാടിപ്പുറപ്പെട്ടതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ ഇവിടെ നിരീക്ഷകർ പോലും കാണുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഭരണകൂടം തങ്ങളുടെ മുഖം രക്ഷിക്കാനായി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ മേൽ 15,000 ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നതും സംശയമാണ്. വിസ്തൃതമായ ഭൂപ്രദേശമുള്ള ഇറാൻ്റെ ഉപരിതലത്തിലുള്ള കെട്ടിടങ്ങൾ തകർക്കാൻ ആകാശാക്രമണത്തിലൂടെ സാധിക്കുമെങ്കിലും അവരുടെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് കരയുദ്ധം അനിവാര്യമാണ്. എന്നാൽ ഒരു വൻ ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഒരു കരയുദ്ധത്തിന് മുതിരുന്നത് വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നതായിരിക്കും. ആക്രമണങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ ചിന്താഗതി മാറ്റാൻ കഴിയില്ല എന്ന ചരിത്ര സത്യം അത് ഇവിടെയും പ്രസക്തമാവുകയാണ്. ഇറാൻ്റെ ഭരണകൂടത്തോടും മതപരമായിട്ടുള്ള നിയമങ്ങളോടുമൊക്കെ തന്നെ എതിർപ്പുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട്. എന്നാൽ വിദേശ ശക്തികൾ രാജ്യം ആക്രമിക്കുമ്പോൾ ഈ ജനത തങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ തന്നെ മറന്നുകൊണ്ട് ഒന്നിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശാക്രമണം ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള ദേശീയ വികാരം വളർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. യുദ്ധം മൂലം സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതല്ല. നേരത്തെ തന്നെ സാമ്പത്തിക ഉപരോധങ്ങൾ മൂലം തകർന്ന ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ യുദ്ധം കൂടി വന്നതോടെ കൂടുതൽ കലുഷിതമായിരിക്കുകയാണ്. എങ്കിലും തങ്ങളുടെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായിട്ടാണ് ഇറാൻ്റെ സൈന്യവും ജനങ്ങളും ഈ യുദ്ധത്തെ കാണുന്നത്. ഇത് കാരണം അവർ നടത്തുന്ന പ്രതിരോധം അത് അതീവ തീവ്രമായിരിക്കും. ആഗോള എണ്ണ വിപണിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഓയിൽ ഷോക്ക് അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അമേരിക്ക ഒരു എണ്ണ ഉത്പാദക രാജ്യം കൂടിയാണെങ്കിലും
മറ്റ് അത്യാവശ്യ സാധനങ്ങൾക്കായി ലോകരാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യം കൂടിയാണ്. എണ്ണ വില കൂടുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് അമേരിക്കൻ ജനതയുടെ ഇടയിൽ ട്രംപിനെതിരെ പ്രതിഷേധമുണ്ടാക്കാൻ കാരണമായി മാറും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ അമേരിക്ക അയവ് വരുത്തിയത് ഈ ഒരു സാഹചര്യത്തിലാണ്. ലോകവിപണിയിൽ എണ്ണയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ അവർ സന്നദ്ധരാകുന്നത് അതുതന്നെ തങ്ങളുടെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പഴയ ശത്രുക്കളുടെ വിഭവങ്ങൾ പോലും ഉപയോഗിക്കാൻ അവർക്ക് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ചാലും ഇറാൻ പഴയ രീതിയിൽ തുടരാൻ സാധ്യത കുറവാണെന്ന് ചിലർ ഭയപ്പെടുന്നുണ്ട്. അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തന്നെ അത് ഇറാൻ്റെ ഐക്യത്തെ ബാധിച്ചേക്കാം. എന്നാൽ വിവിധ വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സിവിൽ വാറിന് ഇത് തീർച്ചയായിട്ടും വഴി തുറക്കും. കുർദുകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ സ്വതന്ത്ര രാജ്യത്തിനായിട്ട് നിലകൊള്ളുകയും ഷിയ മിലിഷ്യകളൊക്കെ തന്നെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അരാജകത്വം നിറഞ്ഞ ഒരു ഇറാൻ അത് അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമാകില്ല. ഒരു പരിധിവരെ നിലവിലെ സ്ഥിതി തുടരുന്നത് അതുതന്നെയായിരിക്കും മേഖലയിലെ സമാധാനത്തിന് നല്ലതെന്നും കരുതുന്നവരും കുറവല്ല. യുദ്ധം ഏത് നിമിഷവും നിർത്തിയേക്കാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും പ്രായോഗികമായിട്ട് അതത്ര എളുപ്പമല്ല. കാരണം ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ പിന്മാറുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറും. ഒടുവിൽ സംഭവിക്കുന്നതാകട്ടെ ഈ യുദ്ധം അത് ലോകക്രമത്തിൻ്റെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതാണ്. ആയുധബലം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെയും കീഴടക്കാൻ കഴിയില്ലെന്ന് ഈ സംഘർഷം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഇറാൻ്റെ ഈ ഒരു തന്ത്രവും അമേരിക്കയുടെ രാഷ്ട്രീയ അസ്ഥിരതയും ഇതൊരുമിച്ച് ചേരുമ്പോൾ പശ്ചിമേഷ്യയുടെ ഭാവി കൂടുതൽ പ്രവചനാതീതമായി മാറുകയാണ്.